അറിയില്ലോ. കറി വെക്കുമോ പെണ്ണെ? അമ്മ ഈ ചക്ക കൊണ്ട് കുഞ്ഞിക്ക് ഇലയുടെ അഥവാ ചക്കയുടെ ഉണ്ടാക്കി തരട്ടെ. ഇന്ന് നമുക്ക് പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട്. ഈ ചക്കയ്ക്ക് ഇവിടെ പറയുന്ന പേര് പഴഞ്ചക്ക എന്നാണ്, കൂഴച്ചക്ക എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചക്ക വെച്ചിട്ട് അട ഉണ്ടാക്കാൻ നല്ലതാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുരുവെല്ലാം കളഞ്ഞ് ചക്ക നമുക്ക് ആവി കയറ്റാനായിട്ട് വയ്ക്കാം. ഇനി കുറച്ച് ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പൊടിച്ചെടുത്ത ശർക്കരയും ആവി കയറ്റിയ ചക്കയും കൂടി ചക്കയുടെ ചൂടൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കാൻ പോവുകയാണേ. അങ്ങനെ അരച്ചെടുത്ത മിക്സ് കൊണ്ടാണ് നമ്മൾ ചക്കയുടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാ ചക്ക തണുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് ജീരകവും അതോടൊപ്പം തന്നെ ഏലക്ക തോല് കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തതാണേ, അതും കൂടി ഈ ജാറിലേക്കിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല രീതിയിൽ അരഞ്ഞോട്ടെ കേട്ടോ. ഇതാ ഈ ഒരു പരുവത്തിന് അരഞ്ഞ് കിട്ടിക്കഴിയുമ്പോൾ ഒരു 2 കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ആ ഗോതമ്പ് പൊടിയിലേക്ക് ഈ ശർക്കരയും ചക്കയും കൂടിയുള്ള മിശ്രിതം അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇനിയാണ് ടാസ്ക് മക്കളെ. ഇത് നമ്മൾ നല്ല രീതിയിൽ കുഴച്ച് സെറ്റാക്കി എടുക്കണം. അപ്പോൾ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് തമ്മിൽ ചേർത്ത് കുഴച്ച് ഏകദേശം ഈ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കുക. ഇനി നമ്മൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയ ശേഷം ഇത് ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റിയെടുക്കുക. ഈ ഉരുളകളാണ് നമ്മൾ ഇലയിൽ പരത്തിയെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം വാഴയിലയുടെ കീറെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓരോ ബോളായിട്ട് വെച്ച് കൊടുക്കുന്നു. അതിന് ശേഷം ആ ഇല മടക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാണ് അതിൻ്റെ പരുവം. ഇങ്ങനെ ചെയ്യുമ്പോഴേക്ക് എൻ്റെ ആകാംക്ഷ കൊണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് അത് സെറ്റായിട്ടുണ്ടോ എന്നറിയാൻ. ഇനി നമ്മളിത് ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റുന്നുണ്ട്. അതുപോലെ ഇനി ശേഷിക്കുന്ന മാവ് കൂടി ഇങ്ങനെ ഇലയിലേക്ക് വെച്ച് ഒന്ന് പരത്തി അതിന് ശേഷം ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുക. കണ്ടോ, എനിക്ക് ആകാംക്ഷ സഹിക്കാൻ പറ്റുന്നില്ല റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. അതാണ് ഇടയ്ക്ക് തുറന്ന് നോക്കുന്നത്. അപ്പോൾ ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇതാ ഇനി ആവി കയറി കഴിഞ്ഞുള്ളതാണേ. ഇതാ നമ്മുടെ ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഗോതമ്പ് പൊടി കൊണ്ട്, റവ കൊണ്ട്, അരിപ്പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഗോതമ്പ് മാവ് കൊണ്ട് ഉണ്ടാക്കുന്ന ഇലയടയ്ക്ക് നല്ല സോഫ്റ്റാണ് ആ ഇലയുടെ. അപ്പം ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് കണ്ടോ, ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റാണ്. നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും. ആ ശർക്കര കൂടി ചേർത്തുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മധുരമുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.